സവിതേ, എടി സവിതേ, സവിതേ ഇങ്ങോട്ട് വന്നേ. ഒരു ഗ്ലാസ് കുടിക്കാൻ ഇങ്ങോട്ട് വെള്ളം എടുത്തേ. ഇതെന്തെങ്കിലും ചൂട് വെള്ളം എന്താ നാവ് ഉള്ളൂല്ലോ, അത്ര തളിച്ചിട്ട് കൊണ്ടുത്താ. കഴുകിക്കൊണ്ടൊക്കെ പോ. അടുക്കളയിൽ വല്ല ജോലി ഉണ്ടാ, പോയി ചെയ്യ് വേഗം. ഉച്ചക്ക് ചോറ് കഴിക്കാൻ സമയമായി. ഏയ് താഴെ ഇരുന്നിട്ട് ടി വി ആണ്. ഇവിടെ സോഫേന്റെ മേലെ ഇരുന്നില്ല ടി വി ആണ്. പറഞ്ഞു താഴെ എണീച്ചിരിക്കും. അവിടെ ഇരുന്നിട്ട് സിനിമ ഉണ്ടാക്കി സോഫേന്റെ മേലെ ഇരുന്നിട്ട് ടി വി ആണ്. എടി സവിതേ, എത്ര നേരം വിളിക്കണം? എന്റെ കാലൊന്ന് മസാജ് ചെയ്ത് തന്നെ. കാല് ഭയങ്കര വേദനയും ടൈപ്പെല്ലാം ഉണ്ട്. അമർത്തി മസാജ് ചെയ്യും. 4 നേരം വിഴുന്നുണ്ടോ? ഇങ്ങനെ എല്ലാവരും മസാജ് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോ അങ്ങ് ചിടുങ്ങിക്കൊണ്ട് അങ്ങ് പോവും. വേഗം ഇങ്ങോട്ട് കാലൊന്നും കെട്ടി മസാജ് ചെയ്തന്നെ. ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. എല്ലാം വൃത്തി ചെയ്യും. എന്തെങ്കിലും പറയുമ്പോ വലിയ വീട്ടിൽ കളി കളിച്ചിട്ട് പോവാന്ന്. ഒരു കറിയാക്കി കുറച്ച് കഴിയുമ്പോ വിളിക്കും. പറയുമ്പോ കരഞ്ഞോണ്ടെന്നാ മതി. എടി എടി, ഓഹോ 24 മണിക്കൂർ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്. ഫോണുങ്ങ ആരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഹലോ, ആ മോനെ. നമുക്ക് സുഖം തന്നെ. ഇല്ല, ഒരു കുഴപ്പമില്ല. സമിതിയും കുഞ്ഞും സുഖമായിട്ട് ഇരിക്കുന്നു, സന്തോഷത്തോടെ. ഇപ്പോഴേ വരുമൊന്നും വേണ്ട. എന്താ പൈസ അയച്ചാൽ മതി. അമ്മേരെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. വീടിൻ്റെ പണിയല്ല, അല്ല ഞാൻ തീർത്തോളാം. ഞാൻ നോക്കിക്കോളും. വരുമൊന്നും വേണ്ട. അവിടെ നല്ല ജോലി കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുമൊന്നും വേണ്ട. ശരി ശരിയാണ്. ഏത് സമയം തന്നെ ഇത്ര വലിയ കുഞ്ഞിനെ എടുത്ത് പുന്നാരിച്ചോണ്ടിരിക്കും മടിയിൽ വെച്ചിട്ട്. ലൈറ്റ് വിട്ടിന്, ഫാൻ വിട്ടിന്, കറണ്ടിൻ്റെ വീട്ടിൽ നീ ഒന്നെല്ലാം നടക്കണ്ടേ? എൻ്റെ മോനോടെ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും. അത് ഇവിടെ ഇരുന്നിട്ട് സുഖിച്ച് ജീവിക്കോളൂ. ശ്രീധരവും കൊണ്ടുവന്നിട്ട് ആകെ 2 മാലയും അരഞ്ഞടം കണക്കത്തെ നൂലണക്കത്തെ 2 മാല മേടിച്ചിട്ട് വന്നിന്. എന്നിട്ട് കുഞ്ഞിനെ പുന്നാരിച്ചോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു അടുക്കളയിൽ പണിയുണ്ട്. തുടച്ച് റൂമൊന്നും തുടച്ചിട്ടാ തുടക്ക്. തുടച്ച് വൃത്തിയാക്ക്. പോ, നീ അവിടെ പോയിക്ക്. അയ്യോ നമുക്ക് നമ്മേരെ നമുക്ക് വേഗം. എന്നായ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പൊന്നു കൊണ്ടുവരാം, അല്ലെങ്കിൽ പണം കൊണ്ടുവരാം. ഇത് രണ്ടും ഇല്ല. 24 മണിക്കൂർ അവിടെ ടി വി വെച്ച് ലൈറ്റ് വിട്ടിട്ട് അവിടെ ഇരിക്കും. കുഞ്ഞിനെ മടിയിൽ വെച്ച് പുന്നാരിച്ചോണ്ട് മോനെ വെച്ചിട്ട് എൻ്റെ കുറ്റമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കേടാ മതിയാക്കിട്ട് പോകാൻ അങ്ങോട്ട്. അത് അതിനോട് തുറക്കുന്നാല് സ്ത്രീധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സ്ത്രീധനം കൊണ്ടുവന്നിട്ട് വന്നിന് ഇങ്ങോട്ട്. 2 മാലയും 2 വാളയും തന്നെ അവളെ സ്ത്രീധനം. വീടുന്ന് 4 നേരം വിട്ട് വിഴുന്നുണ്ടല്ലോ.